ഇവിടെ നല്ല മഴയാണ് കേട്ടോ. മഴ മാത്രമല്ല നല്ല കാറ്റും ഉണ്ട്, കുറച്ചധികം നേരമായി തുടങ്ങിയിട്ട്. അപ്പോൾ ഈ ഒരു ക്ലൈമറ്റിൽ ശരിക്കും നല്ല ചൂട് പലഹാരം കഴിക്കാനാണ് കേട്ടോ കൊതിയാവുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് ഇതേപോലത്തെ വീഡിയോസും കൂടെ കണ്ടാൽ എന്തായാലും പഴംപൊരി തന്നെ കഴിക്കാൻ തോന്നും. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഇൻസ്റ്റമാർട്ടിൽ നേന്ത്രപ്പഴം ഓർഡർ ചെയ്ത്, അതുപോലെ ഒരു പാക്കറ്റ് മൈദയും കൂടെ ഓർഡർ ചെയ്തേ. ഞാൻ സാധാരണ ഗോതമ്പ് പൊടിയിലാട്ടോ പഴംപൊരി ഉണ്ടാക്കാറ്, പക്ഷേ ഇന്ന് മൈദ കൊണ്ട് ഉണ്ടാക്കിയ പഴംപൊരി കഴിക്കാൻ ഭയങ്കര കൊതി. അങ്ങനെ മൈദ, അതുപോലെ തന്നെ അരിപ്പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പും ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. ഷുഗർ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. എന്നിട്ട് ആ ബാറ്ററിൽ നമ്മുടെ കുഞ്ഞു കുഞ്ഞു പീസാക്കി വെച്ചിട്ടുള്ള നമ്മുടെ നേന്ത്രപ്പഴം ജസ്റ്റ് മുക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. ഞാനിവിടെ ഷാലോ ഫ്രൈ ആട്ടോ ചെയ്യുന്നത്, ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടില്ല. പക്ഷേ എന്നാലും അതിൻ്റെ ഒരു ടേസ്റ്റ് കുറവുണ്ടായിരുന്നില്ല. നല്ല ക്രിസ്പി, അതുപോലെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ 2 പഴം കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ബാച്ചായിട്ട് ഞാനതൊന്ന് ഫ്രൈ ചെയ്തെടുത്തു. തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുത്തു. നമ്മുടെ സൂപ്പറായിട്ടുള്ള പഴംപൊരി റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്. ഞാൻ നിങ്ങൾക്ക് സൗണ്ട് കേൾപ്പിച്ചു തരാം. കണ്ടോ, നല്ല ക്രിസ്പിയാണ്, അതുപോലെ തന്നെ നല്ല ചൂടും ഉണ്ട്, അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ പുറത്ത് നല്ല പെരുമഴയാണ്, അകത്ത് നല്ല ചൂടുള്ള പഴംപൊരി. അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ബൈ.